ലോകത്തെ ഏറ്റവും വലിയ മദ്ഹബിൻ്റെ ഇമാമല്ലേ അബൂ ഹനീഫ ഇമാം. വിഷം കൊടുത്തു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, ചോര പാത്തി, വിഷം കൊടുത്തു, ഉള്ളിക്ക് വിശത്തി നടന്നതുമായിരുന്നു. പടച്ചോനെ, ആര്? മുസ്ലിമീങ്ങളെ ചെയ്യണത്. വിഷം കൊടുത്തത് കാഫിരീങ്ങളല്ല, ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മുസ്ലിമീങ്ങൾ തന്നെയാണ്. മുസ്ലിമീങ്ങളെ ഭരണം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അബൂ ഹനീഫ ഇമാമിന് ശക്തമായ വിഷം കൊടുത്തു. വിഷമുള്ളിലെത്തിയപ്പോൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹ് വിഷമുള്ളിലെത്തിയിട്ടുണ്ട്, എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. സുജൂദിലായി മരണപ്പെട്ടു ജയിലിൻ്റെ ഉള്ളിൽ നിന്ന്. ആര്? മദ്ഹബിൻ്റെ ഇമാം അബൂ ഹനീഫ തങ്ങൾ. ഷാഫി അമ്മൻ ചാട്ടുവാറുകൊണ്ട് അടിച്ചു. പുറത്തു വന്നപ്പം കുടുംബക്കാർ പറയുന്നത് ഞങ്ങളെ വാപ്പയല്ല, കോലം മാറി. ഇമാം മാലിക് തങ്ങളോ മദീനത്ത് ദർസ് നടത്തിയ മഹാനല്ലയോ, ചെരിപ്പെടാതെ മദീനയിലൂടെ നടന്ന മഹാനാ. ഒട്ടകപ്പുറത്ത് വാഹനപ്പുറത്ത് മദീനയിൽ സഞ്ചരിച്ചിട്ടുള്ള അതബ് കൊണ്ട് ചാട്ടവാര കൊണ്ട് അടിച്ചു അടിച്ചു അടിച്ചു. ക്ഷീണം വന്നു, തിന്നാൻ പോലും കഴിയാതെ, വെള്ളം പോലും കുടിക്കാതെയായി. അവസാനം ആര്? മുസ്ലിമീങ്ങളായ ശത്രുക്കളാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണ് ശിക്ഷിച്ചത്. അവസാനം ജയിൽ മോചിതനാകുമ്പോ മകൻ കരഞ്ഞു പറഞ്ഞു, ഇത് എൻ്റെ ബാപ്പയല്ല, കാരണം കോലം മാറിപ്പോയി. ആരാ? മാലിക് ഇമാം അഹ്മദ് ബിൻ ഹംബലോ. ഇവിടെ പറഞ്ഞല്ലോ മദ്ഹബിൻ്റെ ഇമാമാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അന്ന് 20 ലക്ഷം ആൾക്കാർ മുസ്ലിമായെന്ന് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായത്തു വൻ നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇറാഖിൽ ചെന്ന് ബഗ്ദാദിൽ അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തപ്പോൾ ഖബറിൻ്റെ മുമ്പിൽ ഒരു വലിയ ബോർഡിൽ തന്നെ ഗവൺമെൻറ് അൽ ബിദായത്തു വൻ നിഹായ രേഖ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അഹ്മദ് ബിൻ ഹംബൽ മരിച്ചെന്ന് 20,000 ക്രിസ്ത്യാനികൾ മുസ്ലിം ായിട്ടുണ്ട് എന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഖബറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഇന്ന് ബസ്സുണ്ട്, ജീപ്പുണ്ട്, കാറുണ്ട്, എല്ലാ വണ്ടിയുണ്ട്. എന്നിട്ടും ഏത് മൂലാര് മരിച്ചാലും, തങ്ങൾ മരിച്ചാലും 8 ലക്ഷം ആൾക്കാരൊന്നും പങ്കെടുക്കൂല. എന്നാൽ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തുമായി 1000 കൊല്ലം മുമ്പ് മരിച്ച ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന്റെ ജനാസ നിസ്കരിക്കാൻ 8 ലക്ഷം പേര് പങ്കെടുത്തു. അത്രയും വലിയ മഹാന. ആ ആൾപ്പെരുപ്പം കണ്ടപ്പോ, ഗാംഭീര്യം കണ്ടപ്പോ അറിയാതെ ക്രിസ്ത്യാനികൾ പോലും പറഞ്ഞു പോവുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 20 ലക്ഷം ആൾക്കാർ മുസ്ലിമായി. ഈ കേട്ടോ, ഈ അഹ്മദ് ബിൻ ഹംബലോ ചട്ടവാറ കൊണ്ട് അടിച്ചില്ലയോ? അടിച്ചടിച്ചടിച്ചടിച്ച് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് നിലത്തിലൂടെ വലിച്ചയച്ചില്ലയോ? നിസ്കരിക്കാൻ പോലും വെള്ളം കൊടുത്തില്ല, ചെയ്യാൻ വെള്ളം കൊടുത്തില്ല. പീഡനങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അപ്പൊ മദ്ഹബിന്റെ ഇമാമിങ്ങളായ അബൂ ഹനീഫ ഇമാമിനും ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിനും ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനും ബഹുമാനപ്പെട്ട മാലിക് ഇമാമിനും ക്രൂരമായ അക്രമങ്ങളാണ്. അനങ്ങിയ ബുഖാരിയിലുണ്ടോ ചോദിക്കൂല. നമ്മുടെ ബുഖാരി ഇമാം നാട്ടുകാർ തല്ലി ഓടിച്ചതല്ലേ, കൊല്ലാൻ വേണ്ടി ക്രൂരമായി മർദ്ദിച്ചതല്ലേ, നാട് വിട്ട് ബുഖാറയിൽ നിന്ന് സമർക്കന്ദിലേക്ക് പോയതല്ലേ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം. പലവട്ടം ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. സമർക്കന്ദിന് ബുഖാറിയിൽ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിനാണ് ബുഖാരി ഇമാമിന്റെ ഖബറുള്ളത്. ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്നറിയോ? പള്ളി ദർസിൽ ഫാനിന്റെ ചോട്ടില് അല്ലെങ്കിൽ നല്ല AC സൗകര്യത്തിൽ കിതാബ് ഓതുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഇന്ന് വല്ല പ്രയാസവുമുണ്ടോ? ആലിമീങ്ങൾക്ക് എന്തെങ്കിലും തെറി കേൾക്കുമ്പോ, എന്തെങ്കിലും കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോ നമ്മളെ വികാരം നഷ്ടപ്പെട്ടു പോകരുത്, ആവേശം ചോർന്നു പോകരുത്. ഈ കാലത്ത് എന്ത് വിഷമം വന്നാലും ഇൽമു പഠിക്കാൻ നിൽക്കണം, ഇൽമു പഠിപ്പിക്കാൻ നിൽക്കണം. അതല്ലേ അല്ലാഹുവിന്റെ നബിതങ്ങൾ പറഞ്ഞത്, ഇന്നമാന ബുഇസ്തു മുഅല്ലിമാ, ഡോക്ടറായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല, പരിഷ്കർത്താവായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല, വിപ്ലവകാരിയായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. ഞാനൊരു മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പഴയകാലം മുതൽക്കും ഇന്നലെയും എൻ്റെ നാട്ടിലെ ദർസിലേക്ക് ഒരു മുദരിസിനെ ഞാൻ ക്ഷണിച്ചു. പള്ളി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ വെറുതെ ചോദിച്ചു, എത്ര ഉസ്താദേ ശമ്പളം? ഇന്നത്തെ കാലത്തും ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ മറുപടിയുണ്ട്, ഇന്ന് വരെ ശമ്പളം പറഞ്ഞിട്ടില്ല ഉസ്താദേ, ഇതുവരെ ശമ്പളം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നു, ഇത്തരം ഇഖ്ലാസുള്ള ആലിമീങ്ങളൊന്നുമുണ്ട്, അത്തരം മുഖ്ലീസീങ്ങൾ, അത്തരം ആലിമീങ്ങൾ, അവരെ കൊണ്ടാണ് അല്ലാഹു ദുനിയാവ് നിലനിർത്തുന്നത്. ഇങ്ങനെ പീഡനങ്ങൾ സഹിച്ച മഹാന്മാരെ ചരിത്രം ഞാൻ പറഞ്ഞില്ലയോ? മബ്സൂത്ത് എന്ന ഗ്രന്ഥം എങ്ങനെ ഉണ്ടാക്കിയത്? ഒരു പണ്ഡിതനെ ശത്രുക്കൾ വന്നിട്ട്, മുസ്ലിമീങ്ങളായ ശത്രുക്കൾ പൊട്ടങ്കണത്തിലേക്ക് ഇട്ട് ബന്ദിയാക്കി, പുറത്തേക്ക് പോരാൻ സമ്മതിച്ചില്ല, ജയിലെ പൊട്ടങ്കണത്തിലാക്കി ജയിലാക്കി.
ബഹുമാനപ്പെട്ട അല്ലാമ ശംസുദ്ദീൻ സർഖസി തങ്ങള് പൊട്ടങ്കിണത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മുതഅല്ലിമീങ്ങൾ കിണറ്റിന്റെ കരയിൽ ഇങ്ങനെ വന്നുക്കും. കിണറ്റിനടിയിൽ ഉസ്താദ് ഇങ്ങനെ ഇൽമിങ്ങനെ പറഞ്ഞു കൊടുക്കും. കിണറ്റിന്റെ ചാരത്തിരുന്നിട്ട് മുതഅല്ലിമീങ്ങൾ പെന്നും കടലാസ് കൊടുത്തിട്ട് ഇൽമിങ്ങനെ എഴുതി വെക്കും. അങ്ങനെ ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് മബ്സൂത്ത്. ഹനഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ്. ആ മബ്സൂത്ത് ഉണ്ടാക്കിയത് ഫാനിന്റെ ചോട്ടിൽ നിന്നല്ല, AC റൂമിൽ നിന്നല്ല, ആഴമേറിയ പൊട്ടൻ കിണറ്റിന്റെ താഴെ ഇരുന്നു കൊണ്ട് ഉസ്താദ് കിണറ്റിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ശിഷ്യന്മാർ എഴുതിയെടുത്ത കിതാബാണ് അത്രയും കട്ടിയുള്ള മബ്സൂത്ത്. അങ്ങനെ ഉണ്ടാക്കിയ കിതാബാണ് അൽ മബ്സൂത്ത്. ഞാൻ പറഞ്ഞത് ഇന്ന് എന്താണെങ്കിലും ഏത് വലിയ സാഹചര്യങ്ങൾ അതൊന്നും പ്രശ്നമല്ല. സാമ്പത്തികം പ്രയാസം ഒക്കെ ഇൽമിൻ്റെ ഖാദിമീങ്ങളായാൽ ഒരു വേറെ എന്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ എടുത്തു പറഞ്ഞല്ലേ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ പേടിക്കുന്നത് ആലിമീങ്ങളാണ്. അപ്പോൾ ഇൽമിൻ്റെ മഹത്വം പറഞ്ഞു, ഹിഫ്ളിൻ്റെ മഹത്വം പറഞ്ഞു. ഖുർആൻ്റെ മാസമാണ് മറ്റന്നാളോട് കൂടെ തുടങ്ങാൻ പോകുന്നത്. നല്ല ഒരു തുടക്കമാണ്. ഇതിന് നല്ലൊരു ശുദ്ധീകരണം. നമ്മൾ പള്ളിയിൽ കയറുമ്പം കാല് കഴുകിയിട്ടാണ് കയറുക, പള്ളിയിൽ കയറിയിട്ടല്ല കാല് കഴുകുക. ഇതേപോലെ റമളാന് കയറിയിട്ടല്ല നന്നാവേണ്ടത്. റമളാൻ്റെ മുമ്പ് തന്നെ വൃത്തിയായിട്ടാണ് റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. നല്ല ഖുർആൻ്റെ ഒരു തുടക്കം, ഹിഫ്ളിൻ്റെ തുടക്കം. ഖുർആൻ നമ്മളെ സ്വാധീനിക്കണം. ഖുർആൻ നമ്മുടെ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കുന്നതിൽ മാത്രമല്ല, ഇതിനേക്കാളും മഹത്താണ് ഖുർആൻ്റെ അർത്ഥം മനഃപ്പാടാക്കുന്ന ദർസിന് ഒരർത്ഥത്തിലുള്ളത്. രണ്ടും കൂടിയാകുമ്പോൾ പറയും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് പരിശുദ്ധമായ ഖുർആനുമായി നമുക്ക് അഭേദ്യമായ ബന്ധം ഉണ്ടാക്കാൻ. ദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ നോക്കിയാലും നമ്മുടെ മുസ്ലിം ഉമ്മത്ത് വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ നിഷേധിക്കുന്ന മുസ്ലിമീങ്ങളായ ആൾക്കാർ എക്സ് മുസ്ലിംസ് അസോസിയേഷൻ ഉണ്ടാക്കി പോകുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം ഖുർആനാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടാവും മൈത്രേ എന്ന് പറഞ്ഞൊരു ചങ്ങായി, എല്ലാവർക്കും യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, ഇസ്ലാമിനെ പച്ചക്ക് കളിയാക്കുന്ന പരിഹസിക്കുന്ന നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരുടെ സദസ്സിലും ചോദിക്കുകയാണ്, നിങ്ങളെ ഖുർആനിൽ ഉമ്മാനും ബാപ്പാനും ബഹുമാനിക്കുന്ന ഒരു ആയത്ത് കാണിച്ചു തരാൻ പറ്റുമോ? മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരായ കുട്ടികൾ, വലിയ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരുള്ള സദസ്സിലും ചോദിക്കുകയാണ്, ഖുർആനിൽ എന്തോ ഒലക്കെയുള്ളത്, ഖുർആൻ ഒരു ചുക്കുമില്ല, ഖുർആനെ കളിയാക്കി ചോദിക്കുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? ഒരു കുട്ടിക്കും ആയത്ത് ഓതി കൊടുക്കാൻ പറ്റിയില്ല. എത്ര ആയത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും ഉമ്മാനോടും അപ്പാനോടും പറയാൻ പാടില്ല. എത്ര ആയത്തുണ്ട്, ഒരാൾക്കും അറിയില്ല. നമ്മൾ പറഞ്ഞത് സിനിമ ഡയലോഗ് പേച്ചപ്പോൾ അത് കുട്ടികൾ തിരുത്തി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ മുസ്ലിം യുവാക്കൾക്ക്, ഇന്നത്തെ തലമുറക്ക് അറിയില്ല, ഖുർആൻ്റെ ഒരു ആയത്ത് പോലും അറിയില്ല.